ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ പക്കവട ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ചെറിയ പൊട്ടറ്റോയും ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഗ്രേറ്ററിൻ്റെ ചെറിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. വലുതാവുമ്പോൾ അത്ര ഇതാവില്ല. ഇപ്പം എൻ്റെത് നല്ല ചെറുതാണ്, ഇതിനൊക്കെ കുറച്ചും കൂടെ വലിപ്പമുള്ളതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ 4 പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് മാറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ ഇപ്പോൾ ഫസ്റ്റൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതിനൊരു ബ്രൗൺ കളർ കാണുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചാണ്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കൈവച്ച് ഒന്ന് തിരുമ്പി കൊടുത്തതിന് ശേഷം നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് അതിൽ വെള്ളം കളഞ്ഞിട്ട് വേണം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ 2 തവണ നമ്മളിതുപോലെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമില്ലാതെ തന്നെ നമുക്കിത് എടുക്കാനായിട്ട് നോക്കണം. നനവുണ്ടാവും, പക്ഷേ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. കൈവച്ച് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഇപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കനം കുറച്ചിട്ട് വേണമെന്നില്ല, നമ്മൾ സാധാരണ ഉള്ളിവടക്ക് അരിയണ പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും എടുത്ത പൊട്ടറ്റോയുടെ അളവിനനുസരിച്ചാണ് ഒരു വലിയ സവോള എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് മല്ലിയില, 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിതിന് വേറൊരു കുറച്ച് പൊടികളാണ് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 3-4 വേപ്പിലയും കൂടെ കൈവച്ച് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കാരണം കുറച്ച് പൊടികളും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കുഴച്ചെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളകിന് ഒട്ടും എരിവൊന്നുമില്ല, എന്നാലും 1/2 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരുപാട് എരിവ് ഇവിടെ ഇഷ്ടമില്ലാത്ത കാരണം. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ അതും ചേർത്ത് ഒരു നുള്ള് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതിന് ഉള്ളിൻ്റെ നീരൊക്കെ പൊട്ടറ്റോയിലും ഉണ്ടല്ലോ ജലാംശം, അപ്പോൾ അതൊക്കെ നീരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേറെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പല്ല, 1/2 കപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കടലമാവ്, ഒരു 3 ടീസ്പൂണ് അരിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട, ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങിയുള്ള വെള്ളമുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇനി നിങ്ങൾക്ക് മൈദ ഇഷ്ടമില്ലാത്തവർക്ക് കടലമാവും അരിപ്പൊടി മാത്രം ആഡ് ചെയ്താൽ മതി. മൈദ മാത്രം ആയിട്ട് ചെയ്യരുത്. അപ്പോൾ ഒരു ഈ പക്കവടയ്ക്ക് നമുക്കൊരു കടലമാവും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അരിപ്പൊടി ചേർക്കാവുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കണത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ലോ അല്ല, നല്ല കുറച്ച് വയ്ക്കേണ്ട, ഒരു മീഡിയം സൈസ് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്. നമ്മൾ കൂടുതൽ പേരും ഉള്ളിവടയാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ട് ഇങ്ങനെ ഒരു വട നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അറിയാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ
വട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിരിക്കും. കുറച്ച് ലാസ്റ്റ് നമ്മൾ നോമ്പ് തുറക്കൊക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് ടൈമിൽ കുറച്ച് ചൂടോടുകൂടെ കഴിക്കാനാവും കേട്ടോ ഇത് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.